ചേട്ടാ ഇതെന്ത് പതിവില്ലാതെ കുറച്ച് കടലാസൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആരെയോ പിടിക്കാൻ ഉദ്ദേശമുണ്ടല്ലേ? ഇല്ലില്ല, അതേ നിങ്ങളെല്ലാം കൂടെ ഈ വലിയ സംഗതി നടക്കുന്നു. ഹൈക്കോടതി പിടിച്ചു, പിടിമുറുകി, പുതിയ ബോർഡ്, പഴയ ബോർഡ് എല്ലാത്തിനെയും തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹെഡ്ലൈനാണ് പത്രം. അങ്ങനല്ലേ ഇന്നലെ ഈ ഇപ്പോഴത്തെ ബോർഡിന് ഉത്തരവാദിത്വം? ലെറ്റ് us ഗോ ബൈ ഡോക്യുമെൻറ്റ്സ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 15 പേജ് വരുന്ന ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇൻട്രീം ഓർഡറാണ്, ഡേറ്റഡ് 21 ഒക്ടോബർ. അതിൽ ഹൈക്കോടതി പറയുന്നു, ഹാവിംഗ് ഗോൺ ത്രൂ ദ റിപ്പോർട്ട് ആൻഡ് ദ ഇൻപുട്സ് റിസീവ്ഡ് ഫ്രം ദ ഓഫീസേഴ്സ് ഹെഡിംഗ് ദ SIT, we record our satisfaction at the manner in which they are proceeding with the investigation. പരിപൂർണ തൃപ്തിയാണ് ഹൈക്കോടതി ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ. എല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത്. കാരണം അവർ SIT തന്ന റിപ്പോർട്ട് പരിശോധിച്ചു, ഇൻപുട്സ് എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ വി റെക്കോർഡ് അവർ സാറ്റിസ്ഫാക്ഷൻ, റിട്ടൺ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി എന്താ കേസ്? 2 FIR ഉണ്ട്. അതിലൊരു FIR എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ, മറ്റേത് കിട്ടിയില്ല. ഒരു FIR-ൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2-ാം പ്രതി കൽപേഷ്, 3-ാം പ്രതി ദ ദേവസ്വം കമ്മീഷണർ ഓഫ് ദ ഇയർ 2019, 2019 ദേവസ്വം കമ്മീഷണർ, 4-ാം പ്രതി 2019 തിരുവാഭരണ കമ്മീഷണർ. ഇവർക്കൊന്നും പേരില്ലേ. ഒരു ക്രിമിനൽ കേസിൽ നിങ്ങൾക്കൊരു ഡെസിഗ്നേഷനെ ശിക്ഷിക്കാൻ പറ്റില്ല, ഒരു വ്യക്തിയാണ് ശിക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.